വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല, നല്ലൊരു കുക്കിംഗ് ട്രിക്കാണ്. നമ്മുടെ വീടുകളിൽ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ട്രിക്കാണിത്. നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ചോറ് ഉണ്ടാക്കാറില്ലേ? അപ്പോൾ ഈ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായവരോ ചെറിയ കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പൊടിയരിക്കഞ്ഞി വെക്കൽ അത്യാവശ്യമാണല്ലേ. അപ്പോൾ ഈ ചോറ് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയാലോ. പിന്നെ അതുപോലെ തന്നെ പഴം, കോഴിമുട്ട അതൊക്കെ പുഴുങ്ങിയെടുക്കാനാണെങ്കിലും നമുക്കിതുപോലെ ചെയ്യാം. പിന്നെ നമുക്ക് കറികളിലേക്കൊക്കെ വേണ്ട പൊട്ടാറ്റോസ് പുഴുങ്ങിയെടുക്കാൻ, അങ്ങനെ പുഴുങ്ങിയെടുക്കേണ്ട ഏത് കാര്യങ്ങളും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് റൈസ് കുക്കറിൽ എങ്ങനെയാണിത് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ റൈസ് കുക്കറിൽ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടിയരിക്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു തൂക്കുപാത്രമാണ്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ അടപ്പുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൂക്കുപാത്രമാണെങ്കിൽ നമുക്ക് ചൂടുള്ള ചോറിൽ നിന്നും ഇത് തൂക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ പൊടിയരി നന്നായിട്ട് കഴുകിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു പകുതി ഭാഗം വെള്ളം ചേർത്തിട്ട് ഇത് മൂടി വെക്കാം. ഇപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് കഴുകിയെടുത്ത അരി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിയരിക്കഞ്ഞി ഇട്ട് വെച്ച തൂക്കുപാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അരി ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തിളക്കുള്ളൂ. തിളക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റിന് ശേഷം നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയരിക്കഞ്ഞി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ചോറ് കുക്കായി വന്നിട്ടില്ല, കാരണം ഞാൻ എടുത്തത് ജയ റൈസ് ആണ്. അപ്പോൾ ജയ റൈസ് ഞങ്ങൾ 2 തവണ ഇതുപോലെ തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു 3 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചിട്ട് ഒന്നുകൂടെ ഇറക്കി വെച്ചാലേ ചോറ് വേവുള്ളൂ. പൊടിയരിക്കഞ്ഞി കുക്കായി വന്നിട്ടുണ്ട്, നോക്കൂ. ഇനി ഇതെങ്ങനെ പ്രഷർ കുക്കറിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകിയെടുത്ത അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൂക്കുപാത്രത്തിൽ പൊടിയരിക്കഞ്ഞി എടുത്തിട്ട് അത് മൂടി വെച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു മുട്ട പുഴുങ്ങാൻ കൂടി വെക്കുന്നുണ്ട്. അതും ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിയരിക്കഞ്ഞിയും മുട്ടയും ചോറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
ഇതിൽ ഞാനിപ്പോൾ ഒരുപാട് വെള്ളം വെച്ചിരുന്നു, അതുകൊണ്ടാണ് 2 വിസിൽ അടിച്ചപ്പോൾ തന്നെ ജയ റൈസ് നന്നായിട്ട് കുക്കായി വന്നത്. നമ്മൾ പ്രഷർ കുക്കറിൽ ചോറുണ്ടാക്കുന്ന സമയത്ത് നല്ല വേവുള്ള അരിയൊക്കെ ആണെങ്കിലും കുറേ വെള്ളം വെച്ച് കൊടുത്താൽ മതി. പിന്നെ എന്നാൽ നമുക്ക് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ അതുമല്ല ഒട്ടിപ്പിടിക്കാത്ത നല്ല ചോറും നമുക്ക് കിട്ടും. അപ്പോൾ ഈ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഇതുപോലെ വെക്കാനായിട്ട് ഒരു പാത്രം മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നമുക്ക് പൊട്ടറ്റോസ് പുഴുങ്ങിയെടുക്കാം. പിന്നെ നേന്ത്രപ്പഴമൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പുഴുങ്ങിയെടുക്കാം. പിന്നെ നിങ്ങൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗ്യാസ് ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്